കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് നടത്തിയ ഓപ്പറേഷൻ ലോട്ടസ് വിജയകരമായിരുന്നു. ആദ്യം പി.സി. ജോർജും മകനും ബി.ജെ.പിയിലേക്ക് എത്തിയത് തൊട്ടു പിന്നാലെ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ എത്തി. ആ വാർത്തയുടെ ചൂടാറും മുമ്പ് വന്ന മറ്റൊരു വാർത്ത CPM-ന്റെ മുൻ MLA-യും ദേവികുളം നേതാവുമായ എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ എം ഗോവിന്ദൻ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഈ രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ല, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ സസ്പെൻഷനിലാണ്. ഇപ്പോഴിതാ രാജേന്ദ്രൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. ജനം ചാനലാണ് ഈ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ രാജേന്ദ്രൻ പറയുന്നു ഇനി താൻ CPM-ലേക്ക് ഇല്ല, അതുപോലെ തന്നെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാൻ താൻ ആഗ്രഹിക്കുന്നുമില്ല, ആ പാർട്ടിയെ വിശ്വസിച്ച് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നും എസ് രാജേന്ദ്രൻ മുൻ MLA പറഞ്ഞു. ദേവികുളത്തെ സംബന്ധിച്ച് എസ് രാജേന്ദ്രൻ CPM-ന് അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാർ തന്നെ കണ്ട് പാർട്ടിയിലേക്ക് വീണ്ടും മടങ്ങി വരണമെന്ന് ക്ഷണിച്ചിരുന്നു. താൻ ഇനി ആ പാർട്ടിയിലേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ CPM-നുള്ളിലും BJP നടത്തിയ ഓപ്പറേഷൻ ലോട്ടസ് വിജയകരമെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ മാത്രമാണ് BJP അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ, വലിയ നേതാക്കന്മാരെ, അല്ലെങ്കിൽ അല്പമെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ അറിയാവുന്ന നേതാക്കന്മാരെ അടർത്തിയെടുക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ചിരുന്നില്ല. ഏതായാലും ആ ആരംഭിച്ച പദ്ധതി തന്നെ വിജയകരമായി മാറിയിരുന്നു. കോൺഗ്രസിൽ നിന്നായാലും ഒപ്പം തന്നെ CPM-ൽ നിന്ന്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അനവധി CPM നേതാക്കളെ, അതായത് പ്രാദേശികമായിട്ടൊക്കെയുള്ള സ്വാധീനമുള്ള നേതാക്കന്മാർ കൂട്ടത്തോടെ BJP-യിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ സമ്മേളനങ്ങൾ നടത്താനായി BJP ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.